ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആയി കേട്ടോ. മോൾക്ക് +2-ന് 96% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ആഘോഷം, ആ വീഡിയോ ആണിത്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടേന്ന് വിചാരിച്ച് ഞാൻ സംശയിച്ച് നിൽക്കുമായിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ എന്തായാലും എടുത്തതല്ലേ, അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അന്നുണ്ടാക്കിയിട്ടുള്ള ചോക്കോ ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ചെറുതായിട്ടൊന്ന്. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മൈദയും കൂടെ ചേർത്തിട്ട് അതൊരു കപ്പായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കപ്പ് 250 ml-ൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണിനടുത്ത്, 1/2 ടീസ്പൂൺ തികച്ചു വേണ്ട, ബേക്കിംഗ് സോഡയാണ്. എന്നിട്ട് ഇതൊരു 2-3 പ്രാവശ്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/3 കപ്പിന് 1 കപ്പ് മിൽക്ക്, പിന്നെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും വേണം, 1 ടീസ്പൂൺ വാനില എസൻസും വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം കോഴിമുട്ടയെല്ലാം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് കൂടാതെ നോക്കാം കേട്ടോ, കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ കോഴിമുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ ബീറ്റ് ചെയ്യുക. കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ല ഫ്ലഫി ആകുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് നിർത്തിയിട്ട് സ്പാച്ചുല കൊണ്ട് ഈ സൈഡിലുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് നമുക്കിതിലേക്ക് തന്നെ ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ കേക്ക് നല്ല പോലെ സോഫ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ കോഴിമുട്ട നല്ല രീതിയിൽ തന്നെ ഫ്ലഫി ആക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ഞാൻ ബീറ്റർ കൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, അതും സ്പീഡില്ലാതെ. ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് 8 ഇഞ്ചിൻ്റെ ഈ സോസ് പാനിലാണ് കേട്ടോ. അപ്പോൾ അത് ഓയിൽ ചെയ്തെടുത്തിട്ടുണ്ട്, ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിന് മുൻപൊക്കെ ചെയ്ത പോലെ തന്നെയാണ്, ഒരു തട്ടിൻ്റെ മേലെ പ്രീ ഹീറ്റ് ചെയ്യാനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് സ്പീഡില്ലാതെ ബീറ്റർ കൊണ്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ തിക്കാവണതിനനുസരിച്ച് കുറേശ്ശെ പാലും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഫ്ലഫി ആയതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് സോഫ്റ്റായി കിട്ടില്ല. കേക്ക് ഉണ്ടാക്കുന്നതിൽ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ സ്പാച്ചില കൊണ്ട് ചെയ്യുന്നതാവട്ടോ നല്ലത്. അതും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ മിക്സാക്കി എടുക്കണം. ആ മെത്തേഡ് ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കേക്കുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബീറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം സ്പാച്ചില വെച്ച് നല്ലപോലെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ എയർ ബബിളൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു 30-35 മിനിറ്റോളം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പാനിൻ്റെ താഴെ ഒരു തട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഗണാഷ് റെഡിയാക്കണം. അതിന് ഞാനിവിടെ 1 കപ്പ് ചോക്ലേറ്റും 3/4 കപ്പ് വിപ്പിംഗ് ക്രീമും ആണ് എടുത്തിട്ടുള്ളത്. അത് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നമുക്കിത് ബേക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലൊരു സ്ക്രൂവർ എടുത്തിട്ട് കുത്തി നോക്കുകയാണെങ്കിൽ അതിൽ ബാറ്റർ പറ്റി പിടിക്കാതെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ബേക്കായി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റും നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഒന്നങ്ങ് ചൂടാറിയപ്പോൾ ഞാൻ കേക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അത് ചൂടാറട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഐസ് ക്രിസ്റ്റൽസ് ഇല്ലാത്ത 2 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീമിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടാണ് വിപ്പ് ചെയ്യണത്. പിന്നെ നമ്മൾ വിപ്പ് ചെയ്യുമ്പോൾ അതിനോടനുസരിച്ച് 3 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പീഡ് മുതൽക്ക് മീഡിയം സ്പീഡിലിട്ടിട്ടാണ് ഞാൻ വിപ്പ് ചെയ്തെടുക്കുന്നത്. ഹൈ സ്പീഡിലിട്ടിട്ട് കൂടുതൽ നേരം നമ്മൾ വിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗണാഷ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബീറ്റർ കൊണ്ട് തന്നെ മിക്സ് ആക്കണമെന്നില്ല, നമുക്ക് സ്പാച്ചില വെച്ചിട്ട് മിക്സ് ആക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കേക്ക് ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയാൽ മതി. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സ്പോഞ്ച് കേക്ക് ഇവിടെ തണുത്തതിന് ശേഷം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലെയർ കേക്ക് ബേസിൽ വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ ഷുഗർ സിറപ്പ് ഞാൻ 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് ചെറീസ് കട്ട് ചെയ്തതും നല്ലപോലെ തിളപ്പിച്ച് ചൂടാറ്റിയെടുത്തതാണ് കേട്ടോ. ചെറി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെറ്റാക്കി കഴിഞ്ഞ് പിന്നെ നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഇല്ലേ, അത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയർ വയ്ക്കാം. വീണ്ടും നല്ലപോലെ വെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം ക്രീം സ്പ്രെഡ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് നട്ട്സോ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ ചെറീസ് കട്ട് ചെയ്തതോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വീട്ടിലത്തെ ആവശ്യത്തിനായതുകൊണ്ട് അതൊന്നും ചേർക്കുന്നില്ല. പുറത്ത് ഓർഡറൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുമ്പോൾ ഇതെല്ലാം ചേർക്കാറുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ചെറിയ മോൻ അത് ഇടയിൽ കടിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 3rd ലെയറും വെച്ചതിന് ശേഷം ക്രീം കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. സൈഡിലൊക്കെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ക്രീം വെച്ച് ഫില്ല് ചെയ്ത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രീം വെച്ച് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തണുപ്പിച്ചത് കൊണ്ട് ഗണാഷ് ഒഴിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ തണുത്ത് സ്റ്റിഫായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ചൂടുള്ള ഗണാഷ് ഒരിക്കലും ഒഴിക്കരുത്. അപ്പോൾ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോകും. ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇത് കവർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ഡ്രിപ്പായിട്ട് വീഴുന്ന രീതിയിലാണ് ഗണാഷ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ചോക്ലേറ്റ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ബാസ്ക്കറ്റ് മോഡൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഡെക്കറേഷനൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു 3 ചെറിയ ബാസ്ക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഓരോ ചെറി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു 3 ചെറിയ ഫ്ലവേഴ്സ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഇടയിൽ സങ്കടം എന്ന് പറഞ്ഞ പോലെയുള്ള ഒരവസ്ഥയായിരുന്നു. അവളെപ്പച്ചി നാട്ടിലുണ്ടാവേണ്ട സമയമാണ്. ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നാട്ടിൽ ഈ ഒരു നിമിഷങ്ങളിലൊന്നും കൂടാൻ പറ്റാത്തത്. അത് ഞങ്ങൾക്ക് നല്ലൊരു മിസ്സിങ് തന്നെയാണ്. എന്നാലും മോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അന്നത്തെ ദിവസം ഞങ്ങൾ ചെറുതായ രീതിയിലൊന്ന് ആഘോഷിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ മോൾക്ക് കിട്ടിയിട്ടുള്ള ട്രോഫികളും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൽ ഇത് ഒരു മെമ്മറി സ്റ്റോറേജ് പോലെയാണ് ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോണിൽ നിന്ന് എങ്ങാനും ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു നല്ല നിമിഷങ്ങളൊക്കെ നഷ്ടമാവും. അപ്പോൾ ഇതിലാവുമ്പോൾ എപ്പോഴും യൂട്യൂബിൽ തന്നെ ഉണ്ടാവുമല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ, താങ്ക് യു.